സോറി, ഈ കാണുന്ന ഫുൾ പോർഷൻ ആണ്. ഫുൾ പോർഷൻ ആണ് ചെയ്യാനുള്ളത്. ഓക്കെ. മീറ്റിംഗ് റൂം, പിന്നെ ഓഫീസ്, പിന്നെ ക്യാബിൻ, വെയിറ്റിംഗ് ഏരിയ, ലോബി, ടോയ്ലറ്റ്, ഇത്ര ഏരിയ അല്ലേ? അല്ല, ഇതിലിപ്പോ ഒരു പാർട്ടീഷനും ഇല്ല. പാർട്ടീഷൻ ഇല്ല. ഇതിന്റെ ഒരു ഫുൾ പ്ലാനിന്റെ ഒരു PDF ഒന്ന് അയച്ചു തരുമോ? PDF നോക്കട്ടെ. ഓക്കെ. ഇനി ഇതിനകത്ത് നമുക്ക് വേറെ ഒന്നും ഇല്ല. ഇപ്പൊ ഒരു ലിഫ്റ്റ് അവിടെ നിന്ന് കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ലിഫ്റ്റ് റൂം അതിപ്പോ റൂമായിട്ട് കവേർഡ് ചെയ്തെടുത്തേക്കാണ്. അവിടെ ഒരു ഡോർ വരും. പിന്നെ ലിഫ്റ്റ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ടോയ്ലറ്റ് അല്ലേ? ലിഫ്റ്റിന്റെ സൈഡിൽ വരുന്ന ടോയ്ലറ്റ് ആണ്. അവിടെ ഒരു ഡോറ്. പിന്നെ അവിടെ ഒരു ചെറിയൊരു കിച്ചൺ സ്ലാബ് പോലെ ഒരു ഓഫീസാണ്. പക്ഷെ നമുക്കൊരു സിങ്കും, ഒരു ചെറിയൊരു സിങ്കും, അത് വാഷ് ബേസിനായിട്ട് യൂസ് ചെയ്യാം. അല്ലാതെ ഒരു എന്തെങ്കിലും അത്യാവശ്യം യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ വരും. വെയിറ്റിംഗ് ഏരിയ, ഈ വെയിറ്റിംഗ് ഏരിയ ഇതിന് ബാക്കിയുള്ള ഒരു റൂമായിട്ട് കിടക്കുകയാണ്. ഇപ്പൊ അതിനകത്ത് ഒരു പാർട്ടീഷനിങ്ങും ഇല്ല. ഓക്കെ, റൂമായിട്ടെന്ന് വെച്ചാൽ മനസ്സിലായില്ല. ഇത് ബാക്കിയുള്ള പോർഷൻ, ഈ ബാത്റൂമും ലിഫ്റ്റും കഴിഞ്ഞാൽ ബാക്കിയുള്ള പോർഷൻ ഇപ്പൊ ഓപ്പൺ ആണ്. എല്ലാം ഓപ്പൺ ആണ്. ഒരു പാർട്ടീഷൻ ഒന്നും ഇല്ല. ഒരു പാർട്ടീഷൻ ഒന്നും ഇല്ല. ഓക്കെ, ശരി. അപ്പൊ ആകെ വരുന്ന ഇതിന്റെ ഇടയ്ക്ക് വരുന്ന ഒരു ഇതെന്ന് പറയുന്നത് ഈ രണ്ട് ബീമിന്റെ ഇടയ്ക്കുള്ള ഒരു ക്രോസ് വരുന്നുണ്ട്. ടോപ്പിൽ ഒരു ബീം വരുന്നുണ്ട് ഇടയ്ക്ക്. അത് മാത്രമേ നമ്മുടെ, അല്ലെങ്കിൽ ഒരു ഹാളായിട്ട് കിടക്കുകയാണ്. ക്ലിയർ ഹാളാണ്. മുകളിൽ ഒരു ഇടയ്ക്ക് ഒരു ബീം വരുന്നുണ്ട്. രണ്ട് പില്ലർ തമ്മിൽ മിഡിലായിട്ട്. ഈ വെയിറ്റിംഗ് ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വരുന്നത് ക്യാബിനാണല്ലേ? ഏതാണ് ഇത്? ഇത് നമുക്കൊരു അപ്രോക്സിമേറ്റ്ലി വേണ്ട കാര്യമാണ്. അപ്പൊ നിങ്ങളുടെ ഒരു സജഷൻ കൂടെ വേണം അതിനകത്ത്. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഇത് ക്യാബിനല്ലേ ഉദ്ദേശിക്കുന്നത്? ഇത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഒരു ക്യാബിനല്ല. ഈ കിച്ചന്റെ ഒരു സ്ലാബിന്റെ പോർഷൻ അല്ലേ, അങ്ങോട്ട് പോകാനുള്ള ഒരു ഏരിയ വിട്ടിട്ട് ബാക്കി ഒരു യൂണിറ്റ് ആയിട്ട് എടുത്തിട്ട് അത് നമുക്കൊരു ഒന്നെങ്കിലും ഒരു മീറ്റിംഗ് റൂം. ഓക്കെ, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ പ്ലാൻ ഫസ്റ്റ് മുതൽ വരയ്ക്കണോ? ഹലോ, അല്ല, ഇന്ത്യയിൽ പാർട്ടീഷനിങ് വേണം, അത്രേ ഉള്ളൂ. വേറെ ഒന്നും വരയ്ക്കാനില്ല. പാർട്ടീഷനിങ് വേണം, അത് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്യാനില്ല അല്ലേ? വേറെ ഒന്നും ചെയ്യില്ല. ഇതെല്ലാം ഇതുപോലെ തന്നെ ഇരിക്കുന്ന ഈ പാർട്ടീഷനിങ്ങിന്റെ മാത്രം ഞാൻ റെഡ് കളറിൽ വരച്ചേക്കുന്നില്ല. ആ പോർഷനെ നമുക്കൊരു നിങ്ങൾ ഇന്റീരിയർ ചെയ്യുമ്പോൾ അതൊരു മീറ്റിംഗ് റൂമായിട്ട് ചെയ്യുക, ഒരു കോൺഫറൻസ് റൂമായിട്ട് ചെയ്യുക. അതിന് രണ്ട് എൻഡിലും രണ്ട് ഡോർ കൊടുക്കുക, സ്ലൈഡിംഗ് ഡോർ. മനസ്സിലായില്ലേ? പിന്നെ അടുത്തത് അല്ല, ഞാൻ പറയുന്ന കേക്ക്. അപ്പൊ ഈ അതിന്റെ ഇടയ്ക്ക് ഒരു ബീം വരും. അപ്പൊ ആ ബീം വരുന്ന പോർഷനിൽ രണ്ടാക്കണം. സപ്പോസ് രണ്ടാക്കേണ്ടി വരികയാണെങ്കിൽ രണ്ടാക്കാനുള്ള ലൈറ്റിംഗ് ഒക്കെ കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുക്കുക. ഇടയ്ക്ക് പാർട്ടീഷൻ ഇപ്പൊ കൊടുക്കുന്നില്ല, പക്ഷെ നമുക്ക് കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഇതിനൊന്നും അഫക്റ്റ് ആവാത്ത രീതിയിൽ ചെയ്യാം. ശരി, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഒറ്റ റൂമായിട്ട് തന്നെ ചെയ്യാം. അത് ഒരൊറ്റ ഒരു കോൺഫറൻസ് ഹാളായിട്ട് യൂസ് ചെയ്യാം. ചെറിയൊരു കോൺഫറൻസ് റൂമായിട്ട് യൂസ് ചെയ്യാം മൊത്തത്തില്. ഇപ്പൊ ഒറ്റ റൂമായിട്ട് ചെയ്യാനല്ലേ? ഇത് നമുക്ക് കുറച്ചധികം പ്രീമിയം ആയിട്ടാണോ അതോ ഒരു മീഡിയം ബഡ്ജറ്റ് ആയിട്ടാണോ ഉദ്ദേശിക്കുന്നത്? മീഡിയം ബഡ്ജറ്റ് ആയിട്ട് മതി. ഒരു മിനിമലിസ്റ്റിക് ആയിട്ട് മതി. ഇതിൽ നമുക്ക് സീലിംഗ് ലൈറ്റ്, ഹാങ്ങിങ് ലൈറ്റ്, സ്പോട്ട് ലൈറ്റ് ഒക്കെ യൂസ് ചെയ്യാലോ? യൂസ് ചെയ്യാം. അതൊന്നും അത്ര കോസ്റ്റ്ലി കാര്യങ്ങളല്ലല്ലോ. പിന്നെ വാൾ ഹൈറ്റ് എങ്ങനെയാ? വാൾ ഹൈറ്റ് നോർമൽ ആണ്. ഡബിൾ ഹൈറ്റ് ഒന്നും അല്ല, വാൾ ഹൈറ്റ് നോർമൽ ആണ്. അതുകൊണ്ട് ഈ സീലിംഗ് ഡബിൾ ആണോ സിംഗിൾ ആണോ? ഇവിടത്തെ ഡോറാ ഉദ്ദേശിക്കുന്നത്? ഇതിൽ വെക്കാൻ പോകുന്ന ഡോർസ് ഡബിൾ ഡോർ. ഏതിൽ വെക്കുന്ന ഉദ്ദേശിക്കുന്നത്? എവിടത്തെ ഉദ്ദേശിക്കുന്നത്? ഇല്ല, അത് സിംഗിൾ ഡോർ ആണ്. ഓക്കേ, കാണാൻ തോന്നിയത്. അല്ലല്ല, നമ്മുടെ സ്റ്റെയറിന്ന് കയറുന്നിടത്ത് ഡബിൾ ഡോർ ആണ്. അത് ഓൾറെഡി ഡോർ വെച്ചിട്ടുണ്ട്. ഞാനൊരു വീഡിയോ ഇട്ട് കണ്ടായിരുന്നു. വീഡിയോ കണ്ടായിരുന്നു. അപ്പൊ കയറുന്നിടത്ത് ഓൾറെഡി ഡോർ വെച്ചിട്ടുണ്ട്. അത് ഡബിൾ ഡോർ ആണ്.
ഓക്കെ ഓക്കെ ശരി. പിന്നെ ലിഫ്റ്റ് കഴിഞ്ഞിട്ടുള്ളത് ഡോർ വേണ്ട, കാരണം എല്ലാം കൂടെ കൺജസ്റ്റഡ് ആയിപ്പോയി. ഈ വെയിറ്റിംഗ് ഏരിയയിൽ നമുക്ക് സോഫീസ് ഒക്കെ ഇടാലോ, സോഫ. ഇടാം. ആ ലോബി കഴിഞ്ഞിട്ടുള്ള ഡോർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ആ ഒരു ഫുൾ ലെങ്ത് തന്നെ വരുന്നു, ഏകദേശം. അത് തന്നെയാണ്. നിങ്ങൾ അത് നോക്കുമ്പോൾ മനസ്സിലാവും, വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ആ ഡബിൾ ഡോർ അത്രയും തന്നെ ഉണ്ട് ഇവിടെ. പിന്നെ ഈ ഒരു വെയിറ്റിംഗിന്റെ ഇപ്പുറത്ത് ഒരു ടേബിൾ കാണിക്കുന്നില്ലോ, അതൊരു ചെറിയ റിസപ്ഷൻ ടേബിൾ പോലെയാണ്. പിന്നെ നമുക്കൊരു AC ഒക്കെ ആഡ് ചെയ്യാലോ. AC ആഡ് ചെയ്യാം. AC ക്ക് 2 പോയിന്റ് കൊടുത്തിട്ടുണ്ട് നമ്മള്. ഒരു പോയിന്റ് ചെയ്തേക്കുന്നത് ഈ റിസപ്ഷൻ റൂമിന്റെ മിഡിലായിട്ടൊരു പില്ലർ വരുന്നില്ലോ. സോറി, റിസപ്ഷൻ അല്ല, 2 പില്ലർ ഉണ്ട്. മിഡിലുള്ള പില്ലറിന്റെ സൈഡിലായിട്ട് 2 കൊടുത്തിട്ടുണ്ട്, ഓപ്പോസിറ്റ് സൈഡിലായിട്ട് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. വേറെ എവിടെ ആവശ്യമില്ല അല്ലേ? ഏതാണ് ഈ 2 കൊടുത്തേക്കുന്നത്, പോയിന്റ് കൊടുത്തേക്കുന്നത്. അപ്പോ പിന്നെ ഒരു കാര്യം, ഇത് ഹൈറ്റ് അധികം ഇല്ല, അതുകൊണ്ട് സീലിംഗ് താഴ്ത്തി ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊരു ഇത് വരുമായിരിക്കും എന്നൊരു സംശയം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വെർട്ടിക്കലി ഹാഫ് എന്ന് പറഞ്ഞാൽ ഈ കോൺഫറൻസ് റൂമില്ലയോ, ആ കോൺഫറൻസ് റൂമിന്റെ ആ പോർഷൻ മാത്രം താഴ്ത്തി ചെയ്തിട്ട്, കോൺഫറൻസ് റൂം അങ്ങ് എൻഡ് വരയ്ക്കും, ബാത്റൂം വരയ്ക്കും താഴ്ത്തി ചെയ്തിട്ട്, ബാക്കി നമ്മൾ കയറി വരുന്ന പോർഷനിൽ ഒരു ബീം വരുന്നതുകൊണ്ട് ബീമിന്റെ അപ്പുറം ഇപ്പുറം ഒരു ബോക്സ് ആക്കി തന്നെ എടുത്ത് ചെയ്താൽ, അത് ജസ്റ്റ് ഐഡിയ പറഞ്ഞു എന്നുള്ളത് നോക്കുക. അത് നമ്മൾ സ്ട്രക്ചർ ചെയ്യുമ്പോഴേക്കും നമ്മൾ ഏത് ആപ്റ്റ് ആണോ അത് വെച്ച് നമുക്ക് ചെയ്യാം. പിന്നെ വിൻഡോസ് ഒക്കെ ആ പിക്ചറിലുണ്ടല്ലോ, എല്ലാം ഒരു ബ്ലൂയിഷ് ഗ്രീൻ വിൻഡോസ് ആണ്, സ്ക്വയർ ആയിട്ടുള്ള. ഇത് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകുന്നില്ല. അപ്പൊ അതിന് പറ്റിയ ഒരു തീമില് ചെയ്യുക. ഇത് വെച്ച് നമുക്കൊരു ഞങ്ങളിവിടെ സ്ട്രക്ചർ ചെയ്തിട്ട് നമുക്കൊരു മീറ്റിംഗ് കൂടെ വെച്ചിട്ട് ബാക്കി കാണിച്ചു തരാം കേട്ടോ. അതുപോലെ ഒരു വിൻഡോസിൽ ചെറിയ ചേഞ്ച് ഉണ്ട്. കിച്ചൺ ഞാൻ പറഞ്ഞില്ലോ, ചെറിയ സ്ലാബ് ചെയ്യണമെന്ന് പറഞ്ഞില്ലോ, അവിടുത്തെ വിൻഡോ എനിക്ക് തോന്നുന്നു ഇതിൽ ചേർന്നിട്ടാ വരുന്നതായിരിക്കും തോന്നുന്നു. ടോയ്ലറ്റുമായിട്ട് ചേർന്നിട്ടാ വരുന്നത്. ഇപ്പൊ ഈ പിക്ചറിൽ കാണിച്ചേക്കുന്നത് കുറച്ച് മാറിയിട്ടാണ്, പക്ഷെ വിൻഡോ അങ്ങ് കോർണറിലാണ് വരുന്നത്. അത് നോക്കിക്കോ. ഇതൊക്കെ വെച്ചിട്ട് സ്ട്രക്ചർ ആഡ് ചെയ്തിട്ട് നമുക്കൊരു മീറ്റിംഗ് ടൈം തരാം കേട്ടോ. ഓക്കെ. താങ്ക് യു.